ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എന്താ ഈ ഒരു സൈൻ ബോർഡ് ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പുതിയൊരു ഗോളും കൂടി ആഡ് ചെയ്യാൻ പോവാണ്. അതെന്താണെന്ന് വെച്ചാൽ ഡ്രാഗൺ സ്റ്റാച്ചു. അതായത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടതാണ് ഇങ്ങനൊരു ഡ്രാഗൺ സ്റ്റാച്ചുവിൻ്റെ ബേസിൻ്റെ പുറകിൽ ഉണ്ടാക്കാൻ. എൻ്റെ പുറകിൽ ഉണ്ടാക്കാൻ സ്ഥലം ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും എനിക്കത് ഉണ്ടാക്കണം തോന്നി. കണ്ടപ്പോൾ തന്നെ നല്ല വെറൈറ്റി ആയ ഒരു സാധനമാണ് അവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലോട്ട് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ സ്ഥലം ഞാൻ കാണുന്നില്ല. ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു പില്ലറാക്കി മുകളോട്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിറക് വിരിച്ചിരിക്കുന്ന ഒരു ഡ്രാഗൺ ഉണ്ടാക്കണം. എന്തായാലും ഞാൻ ഇപ്പം തന്നെ ചെയ്യൂല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യും. കുറച്ച് കാര്യം കഴിയട്ടെ. ഇപ്പം എന്തായാലും ഞാൻ ഇങ്ങോട്ട് വില്ലേജേഴ്സിനാക്കാനുള്ള പണി നോക്കാൻ പോവാണ്. ആദ്യം ഫെൻസ് ഒന്ന് പൊട്ടിച്ച് മാറ്റട്ടെ. റെയിൽ എടുത്തിട്ടില്ല, റെയിലും മൈൻകാർട്ടൊന്നും വേഗം എടുത്തിട്ടില്ല. റെയിലും മൈൻകാർട്ട് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബെഡും കൂടി ഉണ്ടാക്കണം. എല്ലാം ഒരു കളർ മാത്രമാക്കാം, യെല്ലോ മാത്രമാക്കാം. അതാകുമ്പോൾ ആ ഒരു ഇതിന് ചേരട്ടെ. 12 ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തിനാണെന്ന് അറിയില്ല, എന്നാലും അത്രയും നോട്ടെ. ഇനി ഈ 12 ബെഡും ഇതും കൊണ്ട് അങ്ങോട്ട് പോകണം. ഇനി ഓരോ വീട്ടിൽ ഇങ്ങനെ ഓരോ ബെഡ് ഒന്ന് വേണം. രണ്ടെണ്ണം ഇരുന്നോട്ടെ, ബെഡിനൊന്നും കമ്മിയൊന്നുമില്ല. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. പിന്നെ ഇതിൻ്റെ റൂഫല്ല, ഫ്ലോറ് നോക്കണ്ട, അത് മാറ്റാം. ഞാൻ മറന്നു ഇതാണ്. ഇവിടെ വേണ്ട, ഇവിടെ ബെഡിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അവിടെ ഇടുന്ന. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ഇതാ ഇവിടെ ഒന്ന്. ബാക്കി 4 ബെഡ് ഉണ്ട്. ഇത് വേണമെങ്കിൽ ഒരെണ്ണം ഇവിടെ ഇടാം. അതേപോലെ അപ്പുറത്ത് ഇതേ പോലത്തെ വലിയ വീട്ടിലും കൊണ്ടേ ഒരെണ്ണം ഇടാം. ഇതാ ഇവിടെ ഉണ്ട് 2 ബെഡ്. ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് വേണമെങ്കിൽ ഒരു വീട്ടിൽ ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ടല്ലോ പറഞ്ഞ പോലെ. അങ്ങനെയാണെങ്കിൽ ഈ 2 വീടിൻ്റെയും മുകളിൽ കൊണ്ടുപോയിട്ട് ഒരെണ്ണം കൂടി എക്സ്ട്രാ ആക്കാം. ഒന്നിതാ ഇവിടെ, ഒന്നിതാ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ല, രസമുണ്ട്. ഇനിയിപ്പോൾ ഈ റെയിലിങ്ങനെ വെച്ച് വരണമെങ്കിൽ, പക്ഷേ പാത്ത് വേ ആയതുകൊണ്ട് റെയിൽ വെക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ ഒരു കാര്യം ഓർത്തില്ല. ഇനിയിപ്പോൾ ഡേർട്ടായിട്ടുണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വുഡായിട്ട് വെച്ച് പോകേണ്ടി വരും. ഇനി ഈ ഏരിയക്കൊന്ന് പാത്ത് വേ മാറ്റണം. കുഴപ്പമില്ല, വീണ്ടും പാത്ത് വേ ആക്കാം. ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് മാറ്റണം. ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെ റെയിൽ വെച്ച് കൊടുക്കാം. 3, 2, 1 സെറ്റ്. ഇത് നേരെ അങ്ങോട്ട് കണക്റ്റ് ആക്കണം വില്ലേജർ ബ്രീഡറിൻ്റെ അടുത്ത്. ഓക്കെ, ഇത് മൊത്തം ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സൗണ്ടാന്ന് തോന്നില്ല, ഇപ്പോൾ സൗണ്ട് കുറയ്ക്കാം. കുറച്ചിട്ടുണ്ട്, എന്നിട്ട് ഭയങ്കര ഒച്ചയാണ്. ഞാൻ എന്തായാലും ഇവിടെ ഒരു മൈൻകാർട്ട് വെച്ചിട്ട് ഒരുത്തന്നെ ഇപ്പോൾ കൊണ്ടുപോവാം. ഇവിടെ സ്റ്റക്കായി. അയ്യോ, അവൻ വെയിലടിച്ച് ചത്തുപോയി. അടുത്ത ആളെ പിടിക്കാവേ. അപ്പോൾ അടുത്ത ആളെ കയറ്റിവിടാം. അയ്യോ. ഓക്കെ, ഇപ്പോൾ സ്റ്റക്കാവാണ്ട് പോയിക്കോ. ഇവിടെ ലാസ്റ്റ് ഒരു സ്പീഡ് കുറവുണ്ട്. ഇങ്ങനെ അങ്ങാക്കി വിടാം. യെസ്, അവൻ പോകുന്നുണ്ട്. കയറി. പോട്ടെ. ഫസ്റ്റത്തേനെത്തി. ഇനി ഈ ഗേറ്റ് അടച്ചില്ലെങ്കിൽ ഇവൻ ഇറങ്ങി പോകൂലേ. ഇനി ഇതൊക്കെ ഒന്ന് ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഞാൻ എന്തായാലും ഇവനെ തുറന്നു വിടുന്നില്ല. ഇവൻ ഈ മൈൻകാർട്ടിൽ തന്നെ ഇരിക്കട്ടെ. അയണക്ക് എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം മൈൻകാർട്ട് ഉണ്ടാക്കാൻ പോവാണ്. എന്നിട്ട് എല്ലാത്തിനും ഇവിടെ ആക്കിയിട്ട് ഈ ഗേറ്റ് അടച്ചിട്ട് ഞാൻ തുറന്നു വിടുന്നുള്ളൂ. 12 മൈൻകാർട്ട് അല്ല, പിന്നെ ഇച്ചിരി റിച്ചായിപ്പോയി. എന്തായാലും ഇങ്ങനെ ബാക്കിയുള്ള വില്ലേജേഴ്സിനും കൂടി കൊണ്ടുവരട്ടെ. നിങ്ങൾ എന്തായാലും ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, ഞാൻ എല്ലാ വീട്ടിലും ഓരോ വില്ലേജേഴ്സിനാക്കി കയറ്റിയിട്ടുണ്ട്. ഇത് അവിടുത്തെ ഗേറ്റ് അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവന്മാരെ തുറന്നു വിടാം. ഇവന്മാരെ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ഇടയ്ക്ക് വെച്ച് നേരത്തെ ക്ലിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാറ്റടിക്കുന്ന പോലെ തോന്നി, ഞാൻ ഫാൻ ഇട്ടായിരുന്നു. ഓഫാക്കാൻ മറന്നുപോയി, ഓഫാക്കിയിട്ടുണ്ട്. ഇവനെ തുറന്നു വിടാം. ഓക്കെ, ഇനി ഇവിടുത്തെ ഡോറങ്ങ് തിരിച്ച് വെച്ച് കൊടുക്കുക. ഡോർ വിടാം. ഞാൻ വെച്ചാൽ ഡോറ് കാണാനില്ല. ഓക്കെ, ഇവന്മാരിതൊക്കെ ഇങ്ങോട്ടൊക്കെയോ ചാടി കയറും. ഇവന്മാർ രാത്രി ആകുമ്പോൾ എന്തായാലും കട്ടിലിലോട്ട് വന്നോളും. ഇതിൽ കൂടെ ചാടി കയറി പോവോ? ഇവൻ ചാടി കയറി ഇങ്ങോട്ട്. ഇവൻ ഷോപ്പ് കീപ്പറായോ? ഇതെന്ത് വാങ്ങണ്ടി? ഇവനെ തുറന്നു വിട്ടിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ അവന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അവന്മാർ ഇവിടെ വേറെ നിന്നാൽ മതി. ഇറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. അത് പിന്നെ ആരെയും കയറ്റിയില്ല കേട്ടോ. ഇപ്പം ഞാൻ എല്ലായിടത്തേയും വില്ലേജേഴ്സിനെ കയറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് 2 പേര് നിൽക്കുന്നുണ്ട്. അവന്മാർ വേണേൽ തോന്നുന്നത് എന്താ ചെയ്യട്ടെ. പിന്നെ എല്ലാ വീട്ടിലത്തേക്കുള്ള 2 വില്ലേജേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഷോപ്പിൽ ഒരുത്തനുണ്ട്. അവന്മാർ 2 ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, ഒരു കുഴപ്പമില്ല. എടാ, അയ്യോ, സ്ലാബ് അവിടെ വെക്കാൻ പറഞ്ഞ് അതിൽ കൂടെ ഇറങ്ങി ഓടല്. ഒരുത്തനും അതിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. ആ സ്ലാബ് എന്ത് ചെയ്യേ? ഇങ്ങോട്ട് കയറി. ഇവിടെ ബ്ലോക്കും വെച്ചേക്കുന്നുണ്ട്. മതി ചാടി കയറി. ഓരോ സമയത്ത് ഓരോ ഇടങ്ങാറ. ഇപ്പം തൽക്കാലത്തേക്ക് ഇവിടെ ഇരിക്കട്ടെ.
സ്ലാബ് എന്ത് എന്തോ. ആ ഇവിടെയുണ്ട് സ്ലാബ്. ഞാനൊരു മണ്ടൻ തന്നെ. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് വെക്കാം. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഈ മണ്ടൻ മറ്റേ ഇവൻ അവിടെ പോയിട്ടിരിക്കുന്നു കോള് എടുത്ത് പോയിട്ട്. ഈ മണ്ടൻ എന്താ പറയുന്നത്? ഉമ്മാർ എന്ത് ഉമ്മാർ വിശ്വസിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചാടി പാർക്കോർ ചെയ്ത് ഉമ്മാർ ഓടും. അവിടെ നിന്ന് നിൽക്കട്ടെ. ഇനിയിപ്പോൾ ഉമ്മാരെ പാടെ ഇനി ഞാൻ തിരിഞ്ഞു പോലും നോക്കൂല. എപ്പോഴെങ്കിലും നോക്കാം. എന്നോടൊക്കെ ഞാൻ ചത്തായിരുന്നു അവിടെ പറന്ന് കളിച്ച. അപ്പോൾ പോയിട്ട് ആ വീട്ടിൽ പോയി തട്ടി. അങ്ങനെയാണ് എൻ്റെ എക്സ്പി മൊത്തം പോയത്. ഇതാ കൈനറ്റിക് എനർജി. ഇനിയാണ് ഇന്നത്തെ മെയിൻ പരിപാടി. യെസ്, നെതർ ഹബ് ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ പറന്ന് പോവുക. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ കറക്റ്റ് കോർഡിനേറ്റ്സ് എടുക്കണം. ഈ പോർട്ടലിൻ്റെ -74 75 9. എന്നിട്ട് ഇതിനെ നമ്മളെന്തോ ഡിവൈഡ് ചെയ്യണം 8 വെച്ചിട്ട്. ഞാൻ സുധണ്ണൻ്റെ വീഡിയോ നോക്കിയിട്ട് ഇപ്പോൾ വരാം. യെസ്, എല്ലാം ഓർമ്മ വന്ന്. സുധണ്ണനെ അയ്യോ പേടിച്ച് സുധണ്ണനെല്ലാം ഓർമ്മിപ്പിച്ച്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വിളിക്കുക. ഇത് -75. ഇത് അയ്യോ ഇത് -8 അല്ല വെറും 8. അപ്പോൾ നമ്മൾ ആദ്യം കാൽക്കുലേറ്റർ എടുക്കണം. 75നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യണം. എനിക്കറിയില്ല എന്ന് വിചാരിക്കണ്ടേ, പിന്നെ വെറുതെ വെക്കുന്ന 9. അപ്പോൾ -9. കഴിഞ്ഞിട്ട് 9നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ പോസിബിൾ അല്ലല്ലോ. എന്നാലും വെറുതെ ചെയ്ത് നോക്കാം. 9 ഡിവൈഡഡ് ബൈ 8 = 1. അയ്യോ ഞാൻ പെട്ടു. അപ്പോൾ ഞാൻ എവിടെ വെക്കേണ്ടത് വെച്ചാൽ -9ലും 9 8 ഡിവൈഡഡ് ബൈ 9 1 വരിക. അപ്പോൾ ഞാൻ നെതറിലോട്ട് നേരെ പോയിട്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. കാരണം ഞാൻ ഓൾറെഡി നെതറിൽ പോയതാണെങ്കിലും വീണ്ടും അച്ചീവ്മെൻറ്റ് വരുന്നത് എന്താ വെച്ചാൽ ഞാൻ വെർഷൻ മാറ്റി കളിക്കുന്നുണ്ട്. അതായത് ഈ സർവർ, അതായത് ഈ ഒരു വേൾഡ് അല്ല വെർഷൻ മാറ്റുന്നത്. ഞാൻ ബെഡ് വാർസ് കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ടി ലോഞ്ചറിൻ്റെ വെർഷൻ മാറ്റുന്നുണ്ട്. അതാണ് പണി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ അച്ചീവ്മെൻറ്റ് റീസെറ്റ് ആവുന്നത്. ഇതിൽ പോൻ വഴി ഉണ്ടോ നോക്കണം എന്നുണ്ടായിരുന്നു, ഞാൻ മറന്നു. സുധിയണ്ണം പറഞ്ഞ പോലെ ആണെങ്കിൽ കറക്റ്റ് ഇവിടെ വേണം പോർട്ടൽ വേണം. ഇവിടെ ഒരു പോർട്ടൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പോർട്ടൽ പൊട്ടിച്ച് കളയാം. പോർട്ടൽ ഞാൻ ഇതിനെ പൊട്ടിക്കട്ടെ. ഇങ്ങനെ ഒരു വട്ടം പൊട്ടിച്ചാൽ മതി. എന്തോ ഇതിൽ ഒരെണ്ണം കൂടി എടുത്തേക്കാം. ഞാൻ തിരിച്ച് കയറുമ്പോൾ ഇവിടെ കയറാനുള്ളതാണ്. തിരിച്ച് വരുമ്പോൾ ബേസിലെത്തും. യെസ്, ബേസിലെത്തി. യെസ്, കറക്റ്റായി. അവിടെ പോയില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് സ്ഥലം. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒബ്സിഡിയൻ മൊത്തം പൊട്ടിച്ചിട്ട് അതിൽ മണ്ടത്തരല്ലേ കാണിച്ചത്. ഭാഗ്യം. ഇല്ല കുഴപ്പമില്ല. ഇതിനകത്ത് ഇതുണ്ട്. ഞാൻ പേടിച്ചു പോയി. ഇനി ഇതങ്ങ് പൊട്ടിച്ചെടുക്കാം. ഞാൻ ലേശം മണ്ടത്തരം ഓവർ സ്മാർട്ട് കാണിക്കുന്നുണ്ട്. വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണ്ടേ മണ്ട ചെയ്യാൻ വരേണ്ടത് അല്ലേ. ബെഡ് റോക്കിൻ്റെ റൂഫിൽ കയറണമെങ്കിൽ അതിൻ്റെ കാര്യം വിട്ടുപോയി. എന്തോ എൻട്രപ്പുകളൊക്കെ വേണം. അതൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ പോയി എല്ലാം എടുത്തിട്ടില്ല. അപ്പോൾ തിരിച്ച് ഞാൻ പോർട്ടൽ ഉണ്ടാക്കിയാലും ഞാൻ തിരിച്ചവിടെ എത്താനുള്ളതാണ്. എത്തിയില്ലെങ്കിൽ പണി കിട്ടും. എത്തി. ഇനിയിപ്പോൾ എങ്ങനെയാണ് ബെഡ് റോക്കിൻ്റെ മണ്ടയിൽ കൂടി കയറേണ്ടത് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ വരാം. അതും സുധിയണ്ണൻ തന്നെ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നപ്പോൾ നേരത്തെ ഒരു സോംബിയിൽ കൂടെ കയറി വന്ന്. അപ്പോൾ അഥവാ സോംബി ആയിട്ട് വന്നാൽ ഇവന്മാരെ കൊല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ അയൻകോളത്തിന് ഉണ്ടാക്കുവാണ്. അയൻകോളം ഉണ്ടാക്കി. ഞാൻ ആദ്യമായിട്ട് അയൻകോളത്തിന് ഉണ്ടാക്കുന്നത് സർവൈവലിൽ. വേണമെങ്കിൽ ഒരെണ്ണത്തിനും കൂടെ ഉണ്ടാക്കാം. ഓക്കെ, ഒരു പംകിൻ ഹെഡും കൂടി എടുത്ത് ഇനി ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ 2 എണ്ണമായി. ഇനിയിപ്പോൾ ഇവന്മാർ 2 സോംബീസ് എന്നാൽ അടിച്ചിട്ടോളും. അതുകൊണ്ട് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല ഇടക്കിടക്ക്. ഓക്കെ, ഞാൻ എന്താ എൻ്റർപേൾ റെഡി ആക്കിയിട്ടുണ്ട്. ഒബ്സിഡിയൻ കുഴപ്പമില്ല. അവിടുത്തെ ഒബ്സിഡിയനും നെതർ പോർട്ടലും കൂടി പൊട്ടിക്കുമ്പോൾ വേണ്ടത്ര ഒബ്സിഡിയൻ ആയിക്കോളും. ഇനിയിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇവിടെ ബേസിൽ വന്നിട്ട് കുറച്ച് ബ്ലോക്ക് എടുക്കണം. ആ ഒരു ബെഡ് റോക്കിൻ്റെ അവിടം വരെ പൊങ്ങി പോവാം. ബ്ലോക്ക് വെച്ച് പോവാം. ഈ സ്റ്റോൺ കുറേ ഉണ്ട്. ഇതെടുക്കാം തൽക്കാലത്തേക്ക്. ഓക്കെ, ഞാൻ നെതറിലോട്ട് കയറിയിട്ടുണ്ട്. കറക്റ്റ് ഇവിടെ തന്നെയാണ് സ്പോൺ ആവുന്നത്. ഇനിയിപ്പോൾ ഇതേ സ്ഥലത്തോട്ട് നേരെ പോവാം. എൻ്റെ മണ്ടയിലോട്ട് വെച്ചങ്ങ് പോവാം. 127 വേണം. ബെഡ് റോക്ക് 127 ലെവലുള്ള നമുക്ക് മണ്ടയിലോട്ട് കയറാൻ പറ്റുള്ളൂ. റൂഫിലോട്ട് ഇത് കുറേ പൊട്ടിക്കണം. മുകളിലോട്ട് പിന്നെ ലാവ ഉണ്ടാവില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഇവിടെ എത്തി. ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നേരെ ഒന്ന് തിരിച്ചോട്ടെ. ഞാൻ ഒബ്സിഡിയൻ എടുക്കാണ്ടാണ് വന്നത്. ഇനിയിപ്പോൾ അഥവാ ഇതെടുത്ത് മറന്നു പോയിരുന്നെങ്കിൽ അവിടെ പെട്ടുപോയേനെ. ചത്തിട്ട് വീണ്ടും എങ്ങനെയൊക്കെ ചെയ്യേണ്ടതേനെ. ഇപ്പോൾ ഓർത്തുകൊണ്ട് രക്ഷപ്പെട്ട്. ഇനിയിപ്പോൾ 5 എണ്ണം ഉണ്ട്. 10 എണ്ണം വേണം മിനിമം. ഞാൻ എന്തായാലും കുറച്ചും കൂടി എടുത്തിട്ട് വരാം. ഓക്കെ,
ഓക്കെ 10 കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കൂടെ തിരിച്ച് വീണ്ടും അവിടം വരെ ഒന്ന് പോകണം. സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു വീണ്ടും. ഇത് ഇവിടെ ആയിട്ടാണ് കറക്റ്റ്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന ബ്ലോക്ക് 125, 126, ഇത് 127. ഓക്കെ ഇവിടെ വർക്കാവാനുള്ളതാണ്. 2 ലാഡർ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ഇടുക. യെസ്, വർക്കായി. ഇനി ഇവിടെ അങ്ങ് പോർട്ടലും കൂടി അങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഇവിടെ 1 2 തീയറ്റത്ത് 2, ഇവിടെ 1 2 1 2, ഇത് അയ്യോ ഇത്രയും ചെറിയ പോർട്ടലോ. പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് കറക്റ്റ് നമുക്ക് നേരത്തെ ഡിവൈഡ് ചെയ്ത് കിട്ടിയ കോർഡിനേറ്റ്സിലോട്ട് കൊണ്ടുവെക്കണം. അങ്ങ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ -8 കൊണ്ട് 9 ഓക്കെ 9 9 പോവാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകണം. കറക്റ്റ് 1 ഇക്കണം. അത് മൈനസ് അല്ലാത്ത 1 ഇവിടെ അങ്ങ് ഉണ്ടാക്കാം. ഇവിടെ 2 എണ്ണം, ഈ കോർണറിൽ ഇങ്ങനെ 2 എണ്ണം, മുകളിലോട്ട് 3 എണ്ണം, കോർണറിൽ അടുത്ത് ഒരെണ്ണം. ഇനിയിപ്പോൾ കത്തിച്ച് പോയി നോക്കാം. എത്തി കറക്റ്റ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതങ്ങനെ റെഡിയായി. ഞാൻ വിചാരിച്ചത്ര പാടൊന്നുമില്ലായിരുന്നു. ഇനിയിപ്പോൾ ഒന്ന് ഡിസൈൻ ആക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ ഗോളെല്ലാം തീരും. ഇനിയിപ്പോൾ എനിക്ക് തോന്നിയ പോലെ, മനസ്സിൽ നിന്ന് വരുന്ന പോലെ ഒരു ബിൽഡ് ഉണ്ടാക്കി വെക്കാം. ഞാൻ വലിയ ഐറ്റംസ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ഇത് വെച്ചിട്ട് പറ്റുന്ന പോലെ ഉണ്ടാക്കാം. സ്പ്രൂസിൻ്റെ ലോഗും കൂടി വേണമായിരുന്നു, എടുത്തിട്ടില്ല. വേണമെങ്കിൽ ഒന്ന് പോയി എടുക്കേണ്ടി വരും. നോക്കിയിട്ട് ഇതാക്കാം. ഓക്കെ ഞാൻ എന്താ തോന്നിയ പോലെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ നോക്കട്ടെ ഉള്ള സാധനങ്ങൾ വെച്ച്. അഥവാ ലോഗ് വേണം തോന്നിയാൽ ഞാൻ പോയിട്ട് ലോഗ് എടുത്തിട്ട് വരും. ഞാൻ എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഡിസൈൻ ആക്കിയിട്ട് ഇപ്പോൾ കൊണ്ടുവരാം. ഓക്കെ ഞാൻ ഇത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സെറ്റ് സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പം തന്നെ ഇരുന്നിട്ട് വേറെ ഡിസൈൻ ചെയ്യാം. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്ക്, ഏതാ സാധനം, അടിപൊളി സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ ആദ്യം വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയാണ്. ഇതിപ്പോൾ ഒരു അമ്പലത്തിലെ ചെറിയൊരു അമ്പലങ്ങളിൽ ചെറിയ ബിൽഡിംഗ് ഉണ്ട് ഒരു സൈഡിൽ, അതേപോലെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ രസം തന്നെ ഉണ്ട്. ഞാൻ വെറുതെ ഇങ്ങനെ കളിച്ച് വെച്ച് ഇങ്ങനെ വന്നപ്പോൾ സെറ്റായതാണ് ഇത്. ഇതെല്ലാം രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഗോൾഡ് ഫാമൊക്കെ ഇവിടെ സെറ്റാക്കാം. ഇനിയിപ്പോൾ പ്രൊജക്റ്റ് ഐഡിയാസിലോട്ട് വന്നിട്ട് ഈ നെതർ ഹബ്ബ് അങ്ങ് പൊട്ടിച്ച് മാറ്റാം. കാരണം അതങ്ങ് ചെയ്ത് കഴിഞ്ഞല്ലോ. 3 2 1 സ്റ്റാർട്ട്. ഇപ്പോൾ പുതിയൊരു ഇതും കൂടി വന്നിട്ടുണ്ട്, ഈ ഡ്രാഗണിൻ്റെ സ്റ്റാച്ചു. ഇതെന്തായാലും ചെയ്യണം. ഇത് ഞാൻ എന്തായാലും ഈ എൻഡ് വേൾഡ് ഓവർ വേൾഡ് ആക്കുന്ന ഒരു സമയത്തിന് മുന്നേ ചെയ്യും. കാരണം ഇതാണ് ഏറ്റവും വലിയ പ്രൊജക്റ്റ്. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഏറ്റവും വലിയ പ്രൊജക്റ്റ് ഇതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് തൊട്ട് ഇതാണ് നമ്മുടെ മെയിൻ ഗോൾ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. ഈ വീഡിയോ ഇച്ചിരി ലേറ്റ് ആയിട്ടായിരിക്കും വരിക, എന്നാലും ഞാൻ എന്തായാലും ഇട്ടിരിക്കും. ഈ നെതറൈറ്റ് ആക്കണമെങ്കിൽ നഗറ്റ്സിൻ്റെ ആവശ്യമില്ലേ, നഗറ്റ്സിൻ്റെ ഗോൾഡിൻ്റെ ആവശ്യമില്ലേ. അപ്പോൾ ഗോൾഡ് ഫാം ഉണ്ടാക്കിയാൽ മതിയോ, അല്ലെങ്കിൽ നേരിട്ട് തന്നെ അങ്ങനെ നെതറൈറ്റ് ആക്കിയാൽ മതിയോ. ഈ ഡ്രാഗൻ്റെ സ്റ്റാച്ചു പോലെ ഞാൻ പുതിയൊരു സംഭവം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്നെയാണ്. അതായത് ഒരു സ്റ്റുഡിയോ, അതായത് അവൻ പറഞ്ഞു തന്നെ ഒരു ഇൻട്രോയും ഔട്ട്രോയും കൂടി ഉണ്ടാക്കാനുള്ളൊരു സ്റ്റുഡിയോ ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ്. ഞാൻ എപ്പോഴും എവിടെ നിന്നെങ്കിലൊക്കെയാണ് ഇൻട്രോയും ഔട്ട്രോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അത് ഈ സാധനം പൊട്ടിച്ച് മാറ്റിയിട്ട്, അല്ലെങ്കിൽ അത് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ ഉണ്ടാക്കാം. അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഈ ഫാം പൊട്ടിച്ച് കളഞ്ഞിട്ട് എന്നിട്ട് ഇത് വേണമെങ്കിൽ അങ്ങോട്ട് പോയി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിനോട് സെറ്റായിരിക്കും. പിന്നെ ഒരു മിഡീവൽ കാലഘട്ടത്തിലെ ഇതുപോലെ സ്റ്റുഡിയോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.